കണ്ണൂരിലെ CPM നേതാവ് PP ദിവ്യക്കെതിരെ ബിനാമി ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ ഹർജിക്കാരന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രേഷ്മ ബാബു നൽകുന്നു. രേഷ്മ പറയൂ. ശ്യാം, ബിനാമി ഇടപാടുകളിൽ PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ സർക്കാർ 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തീരുമാനം സർക്കാർ എടുക്കാത്ത പക്ഷം ഹർജിക്കാരനായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായ KSU നേതാവ് മുഹമ്മദ് ഷമാസിന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ PP ദിവ്യ ബിനാമി ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനി രൂപീകരിച്ചു. കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി രൂപീകരിച്ചത്. മാത്രവുമല്ല, ഈ പഞ്ചായത്തിലെ നിർമ്മാണ കരാറുകളൊക്കെ തന്നെ അഴിമതിക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുകയും ചെയ്തു. ഈ കമ്പനി മുഖാന്തരം നേടിയെടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. അതിൽ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, PP ദിവ്യയും ഭർത്താവിനും ഈ കമ്പനി ഉടമകളുമായിട്ട് വലിയ രീതിയിൽ ബന്ധമുണ്ട്. ബിനാമി ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് PP ദിവ്യയും ഭർത്താവും രൂപീകരിച്ചതാണ് ഈ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി എന്നാണ് നിലവിൽ ഈ പറയുന്ന ഹർജിക്കാരൻ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. അത് മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയെങ്കിലും പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ കുറ്റത്തിൽ നിന്ന് PP ദിവ്യയും ഭർത്താവിനെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് അന്വേഷണ ഏജൻസി എടുത്തത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ ഒരു തീരുമാനം, അന്തിമമായിട്ടുള്ള തീരുമാനം 2 മാസത്തിനുള്ളിൽ എടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അത്തരത്തിലൊരു തീരുമാനം എടുക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ഹർജിക്കാരന് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്യാം, രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.